ഡോക്ടർ ശശികല പണിക്കർ അവരുടെ രണ്ടാം പതിപ്പാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഹിന്ദിയിൽ ആണ്. ദിൽ നെ ഫിർ യാദ് കിയ. ഭർത്താവും ഡോക്ടർ ശശികലയും. ഇത് അവരുടെ തന്നെ പബ്ലിക്കേഷനാണ്. സ്ഥിതി പബ്ലിക്കേഷൻസ്, കൊല്ലം. പിന്നെ നന്നായി എഴുതും. കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ ലബ്നാനിലെ മുന്തിരിത്തോപ്പും കുറേ നേലുകളും അക്ഷര പുരസ്കാരം നേടിയിട്ടുണ്ട്. അതുപോലെ മാധവിക്കുട്ടി പുരസ്കാരം സഹിതി സംഘവേദിയിൽ നിന്ന് മറന്നുപോയ പാട്ടിൻ്റെ ആദ്യ വരിക്ക് ലഭിച്ചു. പുതിയ രചനയായ ഓർമ്മച്ചപ്പ് അയ്യപ്പ സേവാ സമിതി ബദലാപൂർ അവാർഡ്, ലാപൂർ അവാർഡ്, ഹിന്ദു ഐക്യവേദി മുംബൈ പുരസ്കാരം എന്നീ 2 അവാർഡുകൾ നേടിയിട്ടുള്ള ആളാണ് നമ്മുടെ ഡോക്ടർ ശശികല പണിക്കർ. ഞാൻ നേരിൽ കണ്ടു, കോഴിക്കോട് അവിടെ വെച്ചിട്ട് സാക്ഷിയുടെ പ്രോഗ്രാമിലാണ് ശശികല പണിക്കരുടെ ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ കൃഷ്ണൻ നായർ ചൂരൂർ, KTK ചൂരൂർ എന്നറിയുന്ന കൃഷ്ണൻ നായർ ആ പുസ്തകം ഏറ്റുവാങ്ങി വിവാഹത്തോടെ ഇന്ത്യൻ വ്യവസായ നഗരിയിലേക്ക് എത്തിച്ചേർന്ന് മുംബൈയിൽ അങ്ങനെ എന്താ പറയുക, ജീവിതത്തിലെ പല കാലഘട്ടങ്ങളിലായി തനിക്കുണ്ടായിട്ടുള്ള ഓർമ്മക്കുറിപ്പുകൾ ആണ് ചേർത്ത് എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണിതെങ്കിലും വളരെ എന്താ പറയുക, അർത്ഥവത്തായ ചിന്തനീയമായ വരികളെ കൊണ്ട് സമ്പുഷ്ടമാണ്. ഓർമ്മകളുടെ ഓളങ്ങളിലൂടെ എന്നുള്ള ഈ പുസ്തകം. അതായത് ഇത് പൂർണ്ണമായും ഓർമ്മകളുടെ ഓളങ്ങളിലൂടെ തന്നെയാണ്. കാരണം ജീവിതത്തിൽ തനിക്ക് അതായത് ഇങ്ങനെ ഓർക്കാൻ കഴിയുക എന്നത് വളരെയേറെ നല്ലൊരു ഗുണമാണ്. പലപ്പോഴും നമ്മൾക്ക് കഴിയാതെ പോകുന്നതും ഓർമ്മിക്കാൻ കഴിയാതെയാണ്. അൽഷിമേഴ്സ് രോഗം, തലച്ചോറിന് ഫംഗസ് ബാധിച്ചിട്ടുണ്ടാകും. പക്ഷെ ആ ഫംഗസ് ബാധിക്കാതിരിക്കാൻ എന്ത് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. ഞാനിന്ന് കണ്ട് ഏറെക്കുറെ എല്ലാ അൽഷിമേഴ്സ് രോഗികളും നിരന്തരം പുസ്തകം വായിക്കുന്നവർ തന്നെയാണ്. അതുപോലെ തന്നെ സാമൂഹിക രംഗങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിച്ച വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് അൽഷിമേഴ്സ് ഉണ്ടാകുന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഒരാളല്ല 2 പേരും. ഇപ്പം ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള 2 അൽഷിമേഴ്സുകളും അത് ഒരാൾ മരിച്ചു. അയാളുടെ കുട്ടികളുടെ എന്താ പറയുക, ഗർഭപാത്രത്തിലൊന്നോണം ആയതിനു ശേഷമാണ് മരിക്കുന്നത്. ഭക്ഷണം പോലും കഴിക്കാതെ പരസ്പരം തൻ്റെ ലോകം തനിക്ക് നഷ്ടപ്പെട്ടതുപോലും അറിയാതെ, ഭക്ഷണം നഷ്ടപ്പെട്ടതുപോലും അറിയാതെ ഒരു നിഷ്കളങ്കനായി അങ്ങ് മരിച്ചു പോയി. ആരോടൊന്നും പറയാനില്ല, പരിഭവമൊന്നുമില്ലാത്തൊരു വ്യക്തിയായിട്ട് പോരുകയാണ്. അപ്പോൾ ഈ പുസ്തകത്തിൽ ഓർമ്മക്കുറിപ്പുകളാണ് ഇതിലധികവും ഉള്ളത്. പക്ഷേ ആ ഓർമ്മക്കുറിപ്പിനൊക്കെ തനതായ ഒരു എഴുത്തിൻ്റെ, സാഹിത്യത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് ശശികല എഴുതിയിട്ടുള്ളത്. ഇതിന് കൃഷ്ണൻ നായർ, KTK കൃഷ്ണൻ നായരാണ്. ചൂലൂർ NITയിലെ എനിക്ക് നേരിൽ അറിയുന്ന വ്യക്തിത്വമാണ്. 2 യുദ്ധങ്ങൾ അതിൽ പങ്കെടുത്തിട്ടുള്ള ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനും കൂടിയാണ് ഇദ്ദേഹം. അത് വലിയ ഒരു കുറിപ്പൊന്നും ഇതിനെക്കുറിച്ച് എഴുതിയിട്ടില്ലെങ്കിലും ഒരു നല്ല രീതിയിലുള്ള വിലയിരുത്തൽ തന്നെയാണ് ഈ പുസ്തകത്തിനെക്കുറിച്ച് കൃഷ്ണൻ നായർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഓർമ്മക്കുറിപ്പുകളുമായിട്ടുള്ള ഇതിനെ കുറിച്ച്
കുരീപ്പുഴ പറഞ്ഞിരിക്കുന്നത് ഹൃദയത്തെ തൊടുന്ന രചനകളാണെന്നാണ്. അത്രമാത്രം അനുഭവവേദ്യമായിട്ടുള്ള വരികളിലാണ് ഇത് നിറഞ്ഞിരിക്കുന്നത്. ഞാനും വായിച്ചു. സ്നേഹം തുടിക്കുന്ന ഏതാണ്ട് 120ഓളം വരുന്ന കുറിപ്പുകളാണ്. ഈ പുസ്തകം കണ്ടപ്പോൾ ഞാനും അങ്ങനെ ആഗ്രഹിച്ചു പോയി, ഇതുപോലെ കുറിപ്പുകൾ എഴുതാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അപ്പം ഇതിലെ രണ്ടാമത്തെ കുറിപ്പാണ് ഞാൻ ആദ്യം വായിക്കുന്നത്, മുത്തശ്ശിയെക്കുറിച്ചുള്ളത്. കാരണം ഇത് മുഴുവനായിട്ട് വായിക്കാൻ എനിക്ക് പറ്റില്ല. എന്നാലും 1-2 എണ്ണം ശശികല പണിക്കർക്ക് വേണ്ടി ഞാൻ വായിക്കും. നല്ല സൗഹൃദമാണ്, പുസ്തകം വായിക്കണമെന്ന് പറഞ്ഞ് തന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് കേൾക്കാൻ വേണ്ടി ഞാനിത് വായിക്കുന്നു. മുത്തശ്ശി പറഞ്ഞത് ഓർത്തു, ചക്കയാണോ അമ്മിണിക്കുട്ടി തുറന്നു നോക്കാൻ? എത്ര സത്യം! ആരെയും മനസ്സിലാക്കാൻ കഴിയില്ല. കെമിക്കൽ റിസർച്ചായിരുന്നു ജോലി. എത്രയോ പുതിയ പരീക്ഷണങ്ങൾ, മഹത്തരമായ വിജയങ്ങൾ, അഭിനന്ദനങ്ങൾ, ആശംസകളെല്ലാം നേടി. ജർമ്മൻ കമ്പനിയിൽ റിസർച്ച് ചെയ്യുന്ന കാലം ഏൽപ്പിച്ച ജോലികൾ കൃത്യമായി ചെയ്തു. പുതിയ പല പ്രോജക്റ്റിനും നേതൃത്വം നൽകി. ഈശ്വരാനുഗ്രഹവും ഗുരുകൃപയും തുണയായിരുന്നു എല്ലാറ്റിനും പിന്നിൽ. പക്ഷേ മനുഷ്യൻ്റെ മനസ്സ് പഠിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ റിസർച്ച് നിർത്തി. അത് മരിച്ചുപോയി എൻ്റെ ഒരു വയസ്സനായ സുഹൃത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 90-95 വയസ്സായപ്പോൾ ഞാൻ ഉള്ളിയേരി ചെന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, ലോകത്ത് ജാംബവാൻ പറഞ്ഞൊരു കാര്യം സ്ത്രീയുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. എന്തും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു സ്ത്രീയുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് വരെ എന്നാണ് ജാംബവാൻ പറഞ്ഞത്. അപ്പം ഒരു കുറിപ്പ് അതാണ്. ഇനി ജന്മദിനത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജന്മദിനം ഇതും ശശികല പണിക്കരുടെ ഈ ചെറിയ കുറിപ്പാണെങ്കിലും വളരെ അർത്ഥവത്തായതാണ്. ജന്മദിനം, ജന്മവൃക്ഷത്തിൽ നിന്നും ആയുസ്സിൻ്റെ ഒരു ഇല കൂടി നിശബ്ദം അടർന്നു വീണു. അതായത് വർഷങ്ങളുടെ കൊഴിഞ്ഞുപോക്കിനെ വളരെ നിസ്സാരമായിട്ട് പറയുകയാണ് ചെയ്തത്. അതായത് ജന്മവൃക്ഷത്തിൽ നിന്നും ആയുസ്സിൻ്റെ ഒരു ഇല കൂടി നിശബ്ദം അടർന്നു വീണു. ഒരു നവംബർ 14 കൂടി കടന്നു പോകുന്നു. അപ്പം ജീവിതം, ഞാനെല്ലാവരോടും പറയാൽ, കാലം ഒന്നേ ഉള്ളൂ. ഒരു വ്യക്തി ജനിച്ചാൽ അയാൾക്ക് ഒരു വയസ്സേ ഉള്ളൂ. അത് ജന്മം കൊണ്ട അന്ന് മുതൽ നമ്മൾ വെട്ടിമൂടപ്പെടുന്നത് വരെ ഒരു വയസ്സ്. അതിന് മുമ്പുള്ളതൊക്കെ കാലഭേദങ്ങൾ മാത്രമാണ്. നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാലമാണ്. ആ കാലഭേദത്തിന് നമ്മൾ ഇതാണ്. ഇനി നിശബ്ദതയെക്കുറിച്ച് എഴുതിയത്, ഈ നിശബ്ദത എന്നും ഇഷ്ടം. സംസാരങ്ങൾ കുറയുമ്പോൾ അകൽച്ചയ്ക്ക് തുടക്കമാണ്. പിന്നീട് തിരക്കഭിനയിക്കും, ഒഴിവാക്കും. ദിവസത്തിൽ 5-6 തവണ വന്നിരുന്നു കോളുകൾ കുറയും. മെസ്സേജുകളും കമൻറ്റുകളും അപ്പൂപ്പൻ താടി പോലെ കാറ്റിൽ പറന്നു പോകും. അനുഭവം ഗുരു എന്നാണല്ലോ. പക്ഷേ എത്ര കിട്ടിയാലും പഠിക്കാത്ത ചിലരുണ്ടാവില്ലേ എന്നെപ്പോലെ. അപ്പം മനുഷ്യന് നിശബ്ദമായി നിന്നാൽ പലതും നഷ്ടമാകും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള ശൂന്യത നിറയ്ക്കാൻ ഏറ്റവും നല്ലത് നിശബ്ദതയാണ്. പാഠങ്ങൾ ഉൾക്കൊള്ളാൻ എപ്പോഴും. അപ്പോൾ 9 മിനിറ്റായി. അപ്പോൾ ഒരു ചെറിയ ഇതുകൂടി നമുക്ക് നോക്കാം. മുരളി ഗാനം. നീ മറക്കാൻ ശ്രമിച്ച ഓർമ്മയായിരുന്നു ഞാൻ. നീ മീട്ടാൻ മറന്നുപോയ ഗാനമായിരുന്നു ഞാൻ. നീ ഒളിപ്പിച്ചു വെച്ച രഹസ്യമായിരുന്നു ഞാൻ. നീ എഴുതി തീരാത്ത കവിതയായിരുന്നു ഞാൻ. നിൻ്റെ ഓടക്കുഴലിൽ നിന്നും ഇനിയും എത്താതിരുന്ന നാദമായിരുന്നു ഞാൻ. മന്ദമാരുതനായ നീ
കൊടുങ്കാറ്റായി മാറിയത് ഞാൻ പോലും അറിയാതെ എൻ്റെ മയിൽപ്പീലികൾ വീണ്ടും. അപ്പോൾ പരിശുദ്ധമായ ഒരു മനസ്സിനുടമയാണ് ആരെന്നാ പറയുന്നത്, ശശികല പറയുന്നത്. ഈ മുരളീഗാനം എന്ന് പറഞ്ഞാൽ ഇനിയും തന്നിലുള്ളതായിട്ടുള്ള സ്നേഹത്തിൻ്റെ പുറപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ നിലകൊള്ളുന്ന പാട്ടും ഗാനവും ഒക്കെ ആകാമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, പാടിയ പാട്ടിനേക്കാളും പാടാനുള്ളതാണ് അല്ലെങ്കിൽ കേൾക്കാനുള്ളതാണ് മധുരം, എന്താണ് അതിമധുരമുള്ളത് എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ ശശികലയുടെ ഡോക്ടർ ശശികലയുടെ ഈ പുസ്തകം അതിമനോഹരമായൊരു പുസ്തകമാണ്. ഈ ബോൺസായിയുടെ ദുഃഖം കൂടി വായിച്ച് ഞാനിത് നിർത്തും. സ്വീകരണ മുറിയിലെ അലങ്കാര ചെടി, നിശബ്ദമായി ആ ചെടി ദുഃഖിക്കുന്നുണ്ടാവില്ലേ? ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കുമ്പോൾ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന തൻ്റെ കൂട്ടുകാർ തന്നെ വളരാൻ അനുവദിക്കാതെ ഓരോ മുകുളങ്ങളും വെട്ടിക്കളയുന്നു. എല്ലാവർക്കും കണ്ണിന് ആനന്ദം. ആഹാ, എന്തു ഭംഗിയാ കാണാൻ, എവിടുന്ന് വാങ്ങി, എന്താ വില, തനിക്ക് തരുന്ന വെള്ളത്തിനും വളത്തിനും വരെ ഡയറ്റിംഗ്, എല്ലാം സഹിക്കാം. ആ നേഴ്സറിക്കാരൻ നേപ്പാളി, അവൻ്റെ കത്രികയെ ഭയമാണ്. എല്ലാം സഹിക്കാം. നേഴ്സറിക്കാരൻ നേപ്പാളി, അവൻ്റെ കത്രികയെ ഭയമാണ്. ഒരു ദയയും അവനിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട. വെട്ടി നിരത്തി വീട്ടുകാരൻ്റെ അഭിപ്രായവും തിരക്കി കണക്ക് പറഞ്ഞു കാശും വാങ്ങി സ്ഥലം വിടും. വീട്ടുകാരൻ്റെ അഭിപ്രായവും തിരക്കി കണക്ക് പറഞ്ഞു കാശും വാങ്ങി സ്ഥലം വിടും. അടുത്ത 15 ദിവസത്തിന് ശേഷം വീണ്ടും വരാം എന്ന ഉറപ്പോടെ. തന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ലയോ വിധിയെ പഹിക്കുന്ന പാവം ബോൺസായി. ഇത് ഒരു മനുഷ്യൻ്റെ വാർദ്ധക്യത്തിൽ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ കൂടിയാണ് ബോൺസായി. വീട്ടുകാരുടെയും മക്കളുടെയും സമ്മർദ്ദത്തിൽ പിന്നെ കാലിടറിയ അവസ്ഥയിൽ നമുക്ക് പുറത്തു പോകാൻ പറ്റില്ല. നമ്മൾ അവരുടെ കീഴിലായി പോകുന്നു എന്നതുകൊണ്ട് വളരാൻ അനുവദിക്കാത്ത മനുഷ്യൻ. അതാണ് ഈ ശശികല ടീച്ചർ പറയുന്നത്. ഇതിനെക്കുറിച്ചൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് ബോൺസായിയെക്കുറിച്ച്. നമ്മുടെ മുൻ ഗോവ ഗവർണറായിട്ടുള്ള BJPയുടെ ശ്രീധരൻപിള്ള, അദ്ദേഹം വളരെ നല്ല വാഗ്മിയാണ്. ഏതാണ്ട് 300ഓളം പുസ്തകം എഴുതി കഴിഞ്ഞു അതിൽ. അപ്പോൾ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഞാൻ ഈ ബോൺസായി വായിച്ച സമയത്തൊന്ന് ഓർക്കുകയാണ്. ബോൺസായിയുടെ ദുഃഖം നമ്മുടെയും കൂടെ ദുഃഖമാണെന്ന് ശശികല ടീച്ചർ പറയുന്നു. ശശികല ടീച്ചറുടെ ഈ പുസ്തകം ഞാനിവിടെ പരിചയപ്പെടുത്തി. ആ നിറപുഞ്ചിരി തന്നെയാണ് ഈ പുസ്തകവും. അതുകൊണ്ട് ഈ പുസ്തകം എല്ലാവരും വാങ്ങുക, വായിക്കുക. ഈ എഴുത്തുകാരിയുടെ വ്യാവസായികവും മാനസികവുമായ വികസനത്തിന് എൻ്റെ എല്ലാവിധ നമസ്കാരം.